ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അവതരിപ്പിച്ചു. 37,80,79,856 രൂപ വരവും 33,49,29,700 രൂപ ചെലവും 4,31,50,156 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തിയത് കാർഷിക മേഖലയ്ക്ക് മൊത്തം 69,49,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ 41,70,75,000 രൂപയും പുതിയ പാർപ്പിടം ഉൾപ്പെടെ 1,12,00,000 രൂപയും ആരോഗ്യ മേഖലയിൽ 91,75,000 രൂപയും വിദ്യാഭ്യാസ മേഖലയിൽ 37,90,000 രൂപയും എല്ലാറ്റിനുപരി പശ്ചാത്തല മേഖലയിൽ 6,50,00,000 രൂപയും വകയിരുത്തിയ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചതിൻ്റെ ഓരോ ഭാഗത്തിലുള്ളതും. കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകുന്നതിന് ബജറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃഷികളെ സംരക്ഷിക്കുന്നതിന് സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കുന്നതിന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതങ്ങൾ സംയോജിപ്പിച്ച് 85 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് കെയർ ആവശ്യങ്ങൾക്കായി 15 ലക്ഷം രൂപയും ആശുപത്രികളിലേക്ക് മരുന്നുകൾ വാങ്ങാൻ 49 ലക്ഷം രൂപയും വീട് വാസയോഗ്യമാക്കുന്നതിന് 1,12 ലക്ഷം രൂപയും പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഡ്രസ്സിംഗ് റൂം ആൻഡ് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് 3 ലക്ഷം രൂപയും അങ്കണവാടി പോഷകാഹാര പദ്ധതിക്കായി 40 ലക്ഷം രൂപയും മച്ചിയിൽ സ്മാർട്ട് അങ്കണവാടിക്ക് 31 ലക്ഷം രൂപയും വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനായി 37,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന സ്കോളർഷിപ്പ് നൽകുന്നതിന് 6 ലക്ഷം രൂപയും ലാപ്ടോപ്പ് നൽകുന്നതിന് 7,50,000 രൂപയും പട്ടികജാതി പട്ടികവർഗ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായത്തിനായി 12,50,000 രൂപയും പുതിയ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനായി 1 കോടി രൂപയും റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 4,78,00,000 രൂപയും ചെറുപുഴ മേലെ ബസാറിൽ ശൗചാലയത്തിന് സ്ഥലം വാങ്ങാൻ 20 ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾക്ക് 5,67,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയായിട്ട് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് കാർഷിക മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ ധാരാളമായി ഉള്ളതിനാലും വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ കൃഷിനാശമാണ് കർഷകർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായി സോളാർ വൈദ്യുതി നിർമ്മാണത്തിനായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗങ്ങൾ സമീപിച്ചുകൊണ്ട് ഈ ബജറ്റിൽ 85 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. നാണ്യവിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി തെങ്ങ് കൃഷി വികസനത്തിനായി 20 ലക്ഷം രൂപയും കവുങ്ങ് കൃഷി വികസനത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തുകയാണ്. പച്ചക്കറി വികസനത്തിന് 1.5 ലക്ഷം രൂപയും കാപ്പി കൃഷി വികസനത്തിന് 3 ലക്ഷം രൂപയും വാഴക്കൃഷി പ്രോത്സാഹനത്തിന് 50,000 രൂപയും ഇഞ്ചി കൃഷി വികസനത്തിന് 1.5 ലക്ഷം രൂപയും ഫലവർഷ കൃഷി വികസനത്തിനായി 1 ലക്ഷം രൂപ എന്നിങ്ങനെ വിലയിരുത്തിയാണ്. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിക്ക് 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൃഷിഭവൻ മുഖേന അഗ്രി ക്ലിനിക് നടത്തുന്നതിന് 50,000 രൂപ വകയിരുത്തുന്നു. അടുത്ത മേഖല മൃഗസംരക്ഷണ മേഖലയാണ്. ക്ഷീരഗ്രാമ പദ്ധതിക്കായി 10 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. ക്ഷീര കർഷകർക്ക് പാലിൻ്റെ സബ്സിഡി നൽകുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തുകയാണ്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ആസന്നമായിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ അടിസ്ഥാന സൗകര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 2 മേഖലയ്ക്കും ഏറെ പ്രാധാന്യം ഈ ഭരണസമിതി നൽകിയിട്ടുണ്ട്. കിടപ്പിലായ രോഗികൾക്കും വയോജനങ്ങൾക്കും ആശ്വാസമായി കടന്നു ചെല്ലാൻ നിലവിൽ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റാണ് ഉള്ളത്. അധ്വാനിക്കുന്ന കർഷകന്റെ ഉയർപ്പിന് വിലയുണ്ടാകണം. നമ്മുടെ പഞ്ചായത്ത് മലയോര മേഖലയായതിനാലും മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ ധാരാളമായി ഉള്ളതിനാലും വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള കൃഷിനാശമാണ് കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായി സോളാർ വൈദ്യുതി വേലിക്ക് ഈ ബജറ്റിൽ ഏറെ പ്രാധാന്യം അതിനാൽ തന്നെ നൽകിയിരിക്കുന്നു.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഡി പ്രവീൺ, ലളിത ബാബു, ലീന വില്യം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൾ പുറവക്കാട്ട്, രേഷ്മ വി രാജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് വടക്കേൽ, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. 27 വർഷത്തെ വാർഷിക ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആരംഭിച്ചതിന് ശേഷം അതിൽ തയ്യാറാക്കുന്ന ബജറ്റ് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ്, 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടിച്ചാൽ.